കണ്ടില്ലേ എന്താ അടിപൊളി ചക്കട എറളട ഒക്കെ ഇവിടെ പറയൂ. ചക്ക പഴുത്തത് കൊണ്ട് ചക്ക അട ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കുട്ടിയേക്ക് കൊടുത്തു നോക്കി. കുട്ടിയേക്ക് മാത്രമല്ല ഞമ്മക്കും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ ഒക്കെ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിന്. ചക്കകാലം എപ്പം കഴിയേ നോക്കി നിൽക്കണ്ട ആരും. വേഗം പോയിട്ട് നാളെ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി. നോക്ക് എന്താ രസം. ഞാൻ ഫുള്ളൊന്ന് ഞാൻ എടുക്കട്ടെ. ഫുള്ള് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് പഠിക്കണ്ടേ. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണേ. ഇത് കുട്ടികൾക്കൊക്കെ മദ്രസ പോണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് രാവിലെ കൊടുത്താൽ ഭയങ്കര ഉഷാറായിരിക്കും. വേഗം ചായയും കുടിച്ച് മദ്രസ പോയിക്കോളും. ഇതിങ്ങനെ ഓരോന്നുണ്ടായാൽ മാത്രം മതി. ഞാൻ ഓരോന്ന് തിരിച്ചിട്ട് എന്തെല്ലാം ഐറ്റംസാണ് ഇതിൽ വേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്നറിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അതിനു വേണ്ടി പ്രധാനമായിട്ടും അതിൻ്റെ താരം, നമ്മൾ പഴുത്ത ചക്കനുണ്ടായ ചക്ക അടൻ്റെ താരം തന്നെ ചക്ക പഴുത്തതാണ്. അങ്ങനെ ഞാനിവിടെ ചക്ക പഴുത്തത് ഇവിടെ റെഡിയാക്കി എല്ലാം അതൊക്കെ വൃത്തി. അന്നത്തിനേക്ക് കൊണ്ടുവെക്കാൻ പറ്റൂല. അന്നത്തിനേക്ക് ഇതാ അടിപൊളി നല്ല പഴുത്ത ചക്ക. എനിക്ക് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുക. ഭയങ്കര മധുരം കേട്ടോ. അങ്ങനെ പഴുത്ത ചക്ക അവിടെ നന്നാക്കി എടുത്തു വെച്ചു. ഞാൻ ഈ പഴുത്ത ചക്ക എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് എന്നോട് ചക്ക മറന്നു പോയാൽ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ മറന്ന് 2-ാം ദിവസം എടുത്ത് കൊണ്ടുവന്ന് കുറേ തിന്ന് ബാക്കി ആ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനിയിപ്പം ഒന്ന് എടുത്തതാണ് അത്. ഇപ്പോൾ ചക്കച്ചോളം നന്നാക്കും നിങ്ങൾ തിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. തിന്ന് കേട്ട് എനിക്ക് ചക്ക വെച്ച് വേണ്ടാണ്ടാവും. അത്രക്ക് വയറ് ഫുള്ളാക്കും. ഒക്കെ എൻ്റെ വീക്ക്നെസ് പെട്ടതാണ്. അങ്ങനെ ചക്ക പഴുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് നടക്കുന്നതാ ഈ ഇലക്ക് ഇവിടെ കറുപ്പൻ്റെ ഇല എന്നാണ് പറയുക. ഇനി വേറെ എന്തൊരു പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താ ഈ മരം ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ട് കേട്ടോ. മരം ഞാൻ കാണിച്ചു തരും. ഇതിൻ്റെ ഞാൻ പറിച്ച് കൊണ്ടുവന്ന്. ഇത് പ്ലാവിൻ്റെ അല്ല പിന്നെ നമ്മളെ വാഴൻ്റെ ഇലയിലും ഉണ്ടാക്കൂ. ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഏലം, നല്ല ജീരകം, പിന്നെ പൊടി ഞാനൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലം ഇനി വെല്ലം ഉരുക്കി തേങ്ങ ഇത് അരച്ചി ഒക്കെ റെഡിയാക്കി കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേത് ഇലയെന്നറിയോ? മരം കണ്ടോ? ഇതാണ് ഇവിടെ കറുപ്പ മരം എന്നാണ് പറയുക. എറളട എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഇതിൻ്റെ തൊലിയില്ലേ, ഈ മരത്തിൻ്റെ തോല് ചെത്തി ഉണക്കി വിൽക്കും. നല്ല പൈസ ഇതിന്. എൻ്റെ കായ കണ്ടോ? കായ ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ മൂത്തുപോയി. അന്നേരം ഇതിനെ കായ്ക്കും വില. ഈ ഇലയാണ് ഞാൻ എടുക്കുന്നത്. ഭയങ്കര സ്മെല്ലാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ. അത് ഫസ്റ്റിൽ ഞാൻ ചെടിയും കണ്ടല്ലോ. ഞാനെല്ലാം ക്ലിയർ കാണിച്ചു തരുമല്ലോ. ചക്ക വലിച്ചെടുക്കുന്നതല്ല എൻ്റെ വീഡിയോയിലുണ്ട്. പഴയതിൽ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. ഞാനിതൊന്ന് മിക്സിയിലിടട്ടെ കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് വരിക്കച്ചക്കയാണ്, പഴഞ്ചക്കല്ല. വരിക്കച്ചക്ക ഭയങ്കര മധുരമാണ്. ഞാൻ വായിലിട്ട് നിങ്ങളെ മുമ്പ് വെച്ച് ഞാൻ ഒന്നും തിന്നൂര കേട്ടോ. എനിക്ക് സങ്കടമാക്കാൻ. ഇത് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ എന്നെപ്പോലെ ചക്ക ഭ്രാന്തന്മാർ. ഞാൻ മിക്സിയിലിട്ട് നൈസായിട്ട് ഇവിടെ അരച്ചെടുക്കണം. ഞാൻ അരക്കുമ്പം തന്നെ ഈ ജീരകവും ഏലവും ഇതിലിടുന്നുണ്ട് കേട്ടോ. ഏലം പൊടിച്ച് വെക്കലുണ്ട് ഞാൻ. എൻ്റെ പൊടിച്ച് വെച്ചില്ല. ഏലത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഏലം ഞാൻ നട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീര്യം കുറച്ച് കൂടും. ഇതിലിട്ട് മൊത്തം അരച്ചെടുക്കട്ടെ കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിക്കൂല കേട്ടോ. പറയാൻ വിട്ടുപോയതാ. ഒരു തുള്ളി വെള്ളം ഒഴിക്കൂല. അങ്ങനെ നൈസായിട്ട് അരച്ച് കഴിഞ്ഞു. നന്നായിട്ട് അരച്ചെടുത്തു. സ്മെല്ല് ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ഏലുണ്ട്, ജീരകമുണ്ട്, തേങ്ങ അല്ല കേട്ടോ. പിന്നെ ചക്ക പഴുത്തതിൻ്റെ എല്ലാം കൂടെ മിക്സ് മറ്റൊരു മണം. ഇനി വെല്ലം ഉരുക്കുക. നല്ല മധുരമുള്ളതായതുകൊണ്ട് നമുക്ക് വേണേൽ കുറച്ച് കുറക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ. അതൊക്കെ ഓരോരുത്തർ ഓപ്ഷനലാണ്. ഞാൻ മധുരം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ പെട്ടതാണ്. പിന്നെ ഇത് ഉരുക്കിയെടുക്കട്ടെ കേട്ടോ. ഞാൻ അലൂമിനിയം പാത്രത്തിലാണ് ഉരുക്കുക. സ്റ്റീൽ ഉരുക്കിയുണ്ടെങ്കിലുണ്ടല്ലോ ഇളക്കിയോണ്ടിരിക്കണം. ഇതിനെ അത്ര ശ്രദ്ധിക്കണം എന്നില്ല, ഉരുക്കി കിട്ടും. ഇനി വെല്ലം ഉരുക്കട്ടെ.
വല്ലതാ ഇത്രയും വെള്ളം എടുത്തിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉരുകി ഇവിടെ കഴിഞ്ഞു. ഉരുകിയാന്ന് തന്നെയല്ലേ നിങ്ങൾ പറയൽ? അതിൻ്റെ ഭാഷയെന്ന് അറിഞ്ഞൂടെ. ഇതാ ഇനി ഞാനിത് എന്താക്കുമെന്നറിയോ? ഇത് കല്ല് പോക്കണം. കല്ലുണ്ടെങ്കിൽ നമുക്ക് ഈ അട തിന്നാൻ കഴിയും. ഒരു കഷ്ണം അല്ല, ഒരു ചെറിയൊരു പൊട്ട് കല്ല് കുടുങ്ങിയാൽ പോരെ, പിന്നെ നമ്മൾ തിന്നുമോ? അങ്ങനെ ഞാൻ അരിച്ചെടുത്തു. ഞാൻ അളവ് എന്തിനാണ് എടുത്തതെന്നറിയോ? ഇത് നറക്കും വെള്ളം, എന്നിട്ട് ഞാൻ ഈ പൊടിയൊന്ന് വാട്ടും ഇതിലിട്ടിട്ട് കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ അരിയെടുത്ത പാത്രത്തിൽ പൊടിയെടുത്ത അളവ് തന്നെ ഇതിനും എടുത്ത്. കല്ല് പോക്കിയതാ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഇട്ടു, നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയണം കേട്ടോ. ഇതിലിപ്പോൾ ഏലം വന്നു, ജീരകം വന്നു, ഇതിൽ വന്നില്ല, ഇതിൽ വെല്ലം മാത്രം. ഞാൻ ആവശ്യത്തിന് ഉപ്പിടട്ടെ. കുറച്ചൊരു ഉപ്പ് വേണം, എന്നാലേ മധുരം ബാലൻസ് ചെയ്യാൻ. കുറച്ച് ഉപ്പിടുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ. തീയൊന്ന് കുറച്ചിട്ടുണ്ടേ. ഒന്ന് പിടുത്തം വിടുന്ന വരെ ഒന്നിങ്ങനെ ചെറിയ തീയിലാട്ടോ. ഇനി ചക്ക അരച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് പൊടിനേക്കാൾ കുറച്ച് മുൻതൂക്കം ചക്കക്ക് കൊടുക്കണം, എന്നാലേ ചക്കടൻ്റെ ആ ഒരു ടേസ്റ്റ് വരൂ. അല്ലെ മധുരവും അരി എന്തോ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ ഞാൻ ഏലും ജീരകവും എല്ലാം അരച്ചിട്ടുണ്ട്. ഇനി ഇതിമൊന്ന് പിടുത്തം വിടണം. കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. നെയ്യിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒന്നായിട്ടൊന്ന് ഇളക്കട്ടെ. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കി വെച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. സൂപ്പറായില്ലേ? ഇനിയാണ് നമുക്ക് അരലട എന്നവിടെ പറയുക. ഇനി ഈർക്കിളിയും. ഇത് ഞാൻ ഈർക്കിളി എനിക്ക് എപ്പോൾ സ്റ്റോക്കാണ്. എനിക്ക് വിത്ത് മുളപ്പിക്കണമെങ്കിൽ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്താൻ വേണം. ഇതും കുമ്പിൾ കുത്തി നടാ, അല്ലാണ്ടും അല്ല, കുമ്പിൾ കുത്തിയും ചൂടാ, അല്ലാണ്ടും ചൂടാ. ഇനി ഞാൻ ഇന്ന് ചൂടാറിക്കോട്ടെ, കൈ തൊടാൻ കഴിയുന്നില്ല. അത് ആവിക്കാണല്ലോ വേവിക്കുക. അതിന് അപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട്. അത് ആറുമ്പോഴേക്കും നമുക്ക് വെള്ളം തിളക്കട്ടെ. ഇവിടുന്ന് അപ്പച്ചമ്പിലാണ് വെക്കുന്നത്. തിളക്കട്ടെ, അപ്പോഴേക്കും അത് ആറും. എല്ലാം എടുത്ത് വെച്ചു. ഇതിന്ന് കുറച്ചങ്ങ് എടുത്തു. കുറച്ച് മതി, പുറത്തേക്ക് തുർത്തി പോണ്ട. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ഞാൻ ഈർക്കിളിയെ കൊണ്ടുവന്ന് ഉഷാറാക്കിനി. പിന്നെ ഈർക്കിളി വേണ്ട തോന്നി, ഇതുമേ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഇത്രേ വേണ്ടു. തുർത്തി പോകണ്ട നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. സൂപ്പറായിട്ട് നിന്ന്. ഇപ്പം ഞാൻ ഈർക്കിളി ഇല്ലാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈർക്കിളിയൊന്നും വേണ്ട നമുക്ക്, അല്ലാണ്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ അമർത്തിയാൽ മതി. ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാക്കിച്ചാൽ മതി. കുറേ ഉണ്ടാക്കി. ഇനി അപ്പച്ചെമ്പ് വെക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതാകുമ്പോഴത്തേക്ക് ഇതാവും. നമുക്ക് ഈ ഇലൻ്റെ മണം തന്നെ മതി. ഇത്ര ഇതിൽ കൊള്ളുള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ, അടച്ചിച്ച് വെക്കട്ടെ. എന്നിട്ട് ഇനി വേവട്ടെ, നോക്കട്ടെ. ധൃതിയായിട്ട് എൻ്റെ മണം അടിച്ചിട്ട്
ഞാനില്ലേ പിന്നെ ഞാൻ അപ്പം ചുടുകയാണെങ്കിൽ ആദ്യം 4-5 അങ്ങ് തിന്ന് ഞാനങ്ങ് വയറ് ഫുള്ളാക്കും. ഇതതുപോലെ തിന്നു ഒന്നെടുത്ത് തിന്ന്. നിങ്ങളാരും ചെയ്യണ്ട അങ്ങനത്തെ പണികളൊക്കെ ഇതാ അടിപൊളിറ്റോ. അങ്ങനെ ഇവിടെ കുറഞ്ഞു പോയി. ഇത് കുറഞ്ഞേ കാണുന്നില്ലേ, ആ കാക്രാന്തം പിടിച്ചിട്ടാ. ഇത് ഓഫാക്കട്ടെ. ഇത് വേകുമ്പോഴത്തേക്ക് ഇതിനോടനുബന്ധിച്ച് കുറേ പണികളുണ്ടേനിയല്ലോ. ആ പണികളെല്ലാം എടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിനൊക്കെ സമയം കിട്ടി. ഇതാ സൂപ്പറാക്കി അടുക്കള തടൊക്കെ സൂപ്പറാക്കി. ഇതാ എന്തോ ഒരു നല്ല സ്മെല്ലറിയോ. കുറച്ച് കൊതി തീർന്നിട്ട്, കാരണം ഞാൻ 2 തിന്ന്. ഇനി നമുക്ക് എടുത്ത് വെക്കാം. ചൂടാ, ഭയങ്കര ചൂടാ, ഭയങ്കര ചൂട് പറഞ്ഞാൽ ഇതാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതാ എന്താ സൂപ്പർ എന്നറിയോ. കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ എൻ്റെ. അങ്ങനെ ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒപ്പം ഇതാ ചൂടുണ്ടാവുകയെ. ചൂട് ഇതെന്ന് പറഞ്ഞാൽ ഒക്കെ സ്പോട്ടിലാണ് പരിപാടി. എന്താ സ്മെല്ല് എന്നറിയോ, നല്ല അടിപൊളി സ്മെല്ല്. ഓഹ്, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഈ ഇല കിട്ടാത്തവരുണ്ടോ നാട്ടിൽ? ഇലല്ലേ, എറലടാന്ന് അവിടെ പറയൽ. പിന്നെ കറുപ്പൻ്റെ മരം കാണിച്ചു തന്നില്ലേ, അപ്പോൾ സംശയം തീർത്ത് തന്നതാ. വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ വേഗം ചക്ക അരച്ചിട്ട്, പിന്നെ ചക്കൻ്റെ സീസൺ കഴിയാൻ പോവുക കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 99% ആയിക്ക്. ഈ കറുവാപ്പട്ട ആ വർഗത്തിൽ പെട്ടതാന്ന് തോന്നുന്നുണ്ട് ഇത് കേട്ടോ. പിന്നെ ഇത് കത്തിച്ചാൽ അങ്ങനെ കൊതുക് വരില്ല. പുറത്തുനിന്ന് ഇങ്ങനെ കത്തിച്ചാൽ അകത്തേക്ക് അങ്ങനെ കൊതുകൊന്നും കയറില്ല. അങ്ങനെ എന്തൊക്കെ ഇലയാണിത്. അതിൻ്റെ ഇലയിലും പറ്റും കേട്ടോ. ഇതില്ലാന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കാണ്ട് നിൽക്കണ്ടേ, കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ആളനുസരിച്ച് കുറേ എടുക്കുക, ആൾ കുറവാണെങ്കിൽ കുറച്ച്. അങ്ങനെ ഞാനിതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. താഴെ വീണോട്ടാ, ഒന്നും കുഴപ്പമില്ല, ഒക്കെ തുടച്ച് മിനിക്കിയതാ. അത് വേകുമ്പത്തിനേക്ക് ഇനി കൊണ്ട് 2 കൂടെ ഉണ്ട്. നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയല്ലേ, ഈ പെട്ടതാ. സൂപ്പറായി. ഇനി ഒന്നൊന്ന് ചൂട് പോട്ടെ, എന്നിട്ട് അങ്ങനെ പൊളിച്ച് കാണിച്ചു തരും. ഇതിൻ്റെ ഉള്ളു കണ്ടല്ലോ, ഇങ്ങനെയാണ് ഷേപ്പ് വരിക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഈർക്കിളിയൊക്കെ അവിടെ നിന്ന് കുമ്പിൾ കുത്തിയതാ. ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ച്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഈർക്കിളി കുത്തിയിട്ട് കുമ്പിളടാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മതി എന്നുള്ളത്. ഇത് മതി. അതുകൊണ്ട് ഈർക്കിളിയൊക്കെ പിന്നെ ഒഴിവാക്കി. അപ്പോൾ നമ്മളൊരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കൂല കേട്ടോ. ഇങ്ങനെയാണ് കൊടുക്കുക, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കല്. അപ്പോൾ ഇവിടെ ഫുള്ളി ആ തോല് വിളിക്കുന്നില്ല, കുപ്പായത്തോട് കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഇത് നല്ല കറുപ്പ് വെല്ലാണെങ്കിൽ ഒന്നും കൂടി കറുത്തിട്ടായിരിക്കും ഇത്. അപ്പോൾ എൻ്റെ എറലട എങ്ങനെയാണ്, എറലട ചക്കട നമ്മൾ ചക്ക ഉണ്ടെങ്കിൽ ചക്കൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ തീർക്കണം. ചക്ക വട ഉണ്ടാക്കുക, ചക്ക പായസം ഉണ്ടാക്കുക, ചക്ക കൊണ്ട് അപ്പം ചുടും, ചക്ക കൊണ്ട് അട ഉണ്ടാക്കും, ചക്ക പുഴുക്ക്, നമ്മൾ സാധാ പുഴുക്ക്. പിന്നെ എന്തായിരുന്നു, ചക്ക വരട്ടി നമ്മൾ എടുത്ത് വെക്കും. 1 കൊല്ലം 2 കൊല്ലമൊക്കെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ കുറച്ചിങ്ങ് എടുത്തിട്ട് വീണ്ടും നമുക്ക് ചക്കക്കാലം അല്ലാത്ത സമയത്ത് ഉണ്ടാക്കാം. അതെല്ലാം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മനസ്സ് വേണം കേട്ടോ. ഒരു വീട്ടമ്മ വിചാരിച്ചാൽ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാനേ കഴിയും. കാരണം ചക്കൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിലൂടെ പോകാൻ കഴിയുന്നില്ല, പഴുത്ത് ചാർന്നിട്ട്. ഞങ്ങളെ തോട്ടത്തിലെ കഥയാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര അങ്ങ് പോകാൻ കഴിയുന്നില്ല. ഒന്നാമത് കയറിയിട്ട് അങ്ങ് വലിച്ചെടുക്കാനുള്ള അങ്ങനെ ഞങ്ങളിവിടെ ചക്ക വലിക്കാൻ പോവുക, ചക്ക ഇടാൻ പോവുക എന്നൊക്കെ പറയൽ കേട്ടോ. അങ്ങനത്തെ ഒരു മടി, കയറാൻ ആളില്ലാത്ത പ്രയാസം, അതുകൊണ്ടൊക്കെ. അപ്പോൾ എൻ്റെ ചക്കട കണ്ടല്ലോ, എൻ്റെ ചക്കട വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ഇന്നത്തെ കമൻറ്റ് കണ്ട് താഹിറ ഹൈദരലി പറഞ്ഞ് എന്നോട്, ഞാൻ എപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ കമൻറ്റ് ഇടില്ല, എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന്. മോളെ മറന്നു പോകുന്ന വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ വീഡിയോയിലേക്കായിരിക്കും എൻ്റെ ശ്രദ്ധ. കൃഷി എടുക്കണേ പറയണ്ട, കൃഷി എൻ്റെ പാഷനാണല്ലോ. അതുകൊണ്ട് അതിലേക്ക് അങ്ങ് മുഴുകിപ്പോകുമ്പോൾ ഞാൻ എല്ലാവരും അങ്ങ് മറന്നു പോവുക.
സോറി കേട്ടോ, ഒരാളെ മേലെ എത്രയോ ആളെ മറന്നു പോയിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ആരെ പേര് പറയണ്ട വെച്ചാൽ പറയണം കേട്ടോ, എന്നോട് മറന്നു പോവുക. ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചു, ഇവിടെ എഴുതി വെച്ചു. ഞാൻ താഹിറാമോ ഹൈദരാലി എനിക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് പരാതി പറഞ്ഞത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് കഴിക്കട്ടെ. ഞാൻ കഴിച്ച് കാണിച്ച് തരുന്നില്ല. എന്താണെന്നറിയോ, എൻ്റെ ഫാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾ വരെ ഉണ്ട്. 5 വയസ്സായ മക്കൾ, 6 വയസ്സ്, 10 വയസ്സൊക്കെ എൻ്റെ ഫാനാണ്. രക്ഷിതാക്കൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ വീഡിയോ കാണണമെന്ന് എപ്പം പറയുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് തിന്നാൻ കഴിയില്ല. എനിക്ക് സോറി കേട്ടോ, ഞാനോട് തിന്ന് കാണിക്കൂല. ഇതാ സൂപ്പർ ടേസ്റ്റാണ്, ഇടയ്ക്കൊക്കെ ഞാൻ തിന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.